വീണ്ടും ഒരു ഓണം വന്നു. എല്ലാ വർഷവും ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. കാലത്തിൻ്റെ ചുരുളിൽ വീണ്ടും വീണ്ടും ഓണങ്ങൾ വന്നും പോയും കൊണ്ടേയിരിക്കുന്നു. എല്ലാ വർഷവും നമ്മൾ പരസ്പരം ഓണാശംസകൾ നേരുന്നു. സന്തോഷമായിട്ട് എല്ലാവരും ചേർന്നിരിക്കുന്നു. ഈ ഒരു ദിവസത്തെക്കുറിച്ച് കവിത എഴുതാത്ത കവികൾ, മലയാള കവികൾ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും എന്തെങ്കിലുമൊക്കെ എഴുതി കാണും. അതുപോലെ നാലപ്പാട്ട് നാരായണ മേനോനും എഴുതിയിട്ടുണ്ട് ഓണത്തിനെ കുറിച്ചിട്ട്. ഓണമായി ഓണമായി എന്ന പഴമൊഴി കാണുന്നു കാലച്ചുരുളിൽ വീണ്ടും. കർക്കടകത്തിലെ മഴക്കാറൊക്കെ നീങ്ങി ചിങ്ങനിലാവ് പരന്നു. നക്ഷത്രാവൃതമായ ആകാശം നോക്കിയിട്ട് കവി പാടുകയാണ്: മണ്ണിൻ്റെ പച്ചപ്പുൽ പട്ടു കണ്ടുണ്ടായ വിണ്ണിൻ കരിമുഖം എങ്ങു പോയി, നേരെ മറിച്ചതിൻ പ്രേമപ്രകാശങ്ങൾ താരങ്ങളായി മുളച്ചൂരാവിൽ. ചുംബനം ചെയ്യുകയായി ഉന്മുഖീഭൂതമാം നമ്മുടെ അമ്പല പൂനിരയെ. സന്ധ്യ പലരും പലമാതിരി വർണ്ണിച്ചിട്ടുണ്ട്. പക്ഷെ നാട്ടിൻപുറത്തിൻ്റെ മണമുള്ള ഒരു വരി ഇങ്ങനെ ഇത്രയും നാട്ടിൻപുറത്തിൻ്റെ നമ്മുടെ നേന്ത്രപ്പഴത്തിൻ്റെയൊക്കെ ആ വർണ്ണവും മണവുമുള്ള ഒരു വരി ഞാൻ വേറെ ആരും എഴുതിയത് കണ്ടിട്ടില്ല. വാഴപ്പഴത്തിനെ കുറിച്ചൊക്കെ വളരെ സിമ്പിളായിട്ടാണ് എഴുതിയിരിക്കുന്നത്. വാഴപ്പഴങ്ങൾ തൻ വർണ്ണമേടുത്തത്ര വാഴ്ത്തുന്നു വാസരം സന്ധ്യ തോറും. ഈ ഓണക്കാലത്തെ സന്ധ്യയുടെ നിറം വാഴപ്പഴത്തിൻ്റെ നിറാണ് എന്ന്, അത് ഓണത്തിനെ തന്നെയാണ് ശരിക്കും അത് പറയുന്നത്. അത് അങ്ങനെ ഒരു വർണ്ണന ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. അങ്ങനെ അത്ര സിമ്പിളായിട്ട് ഓണവും പഴവും സന്ധ്യയും കൂടി അങ്ങോട്ട് യോജിപ്പിക്കുന്നത്. എന്തായാലും ആകാശത്തിൽ പരത്തിയിട്ട മേഘങ്ങളോ പുന്നെല്ല് മുറ്റത്തുണക്കാനിട്ടത് തന്നെ. പുന്നെല്ലിട്ട പോലെ മേഘങ്ങൾ ഇങ്ങനെ പരത്തിയിട്ടിട്ടുണ്ട്. മാറി നിൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കയർത്ത് നിന്നിരുന്ന കർക്കിടക മാസത്തിൽ മഴ പെയ്തിട്ട് പുഴയൊക്കെ നിറഞ്ഞ് കയർത്തൊഴുകയായിരുന്നു. അത് പെട്ടെന്ന് അങ്ങോട്ട് ശാന്തമായിട്ട് തിരകൾ ആ തീരത്തെ തൊട്ട് തലോടുന്ന ഒരു മാറ്റം കവി കാണുകയാണ്. പ്രകൃതിനെയാണ് ശരിക്കും, ഓണത്തിലത്തെ പ്രകൃതിയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, വേറെ ഒന്നിനുമല്ല. പിന്നെ തൃക്കാക്കരപ്പനെ പറ്റി എന്താണ് അദ്ദേഹം പറയുന്നത് നോക്കൂ: ചെറ്റക്കുടിലും കൊട്ടാരക്കെട്ടിയിലും ഒറ്റപ്പരിചോടെ വാണരുളി, നിഷ്കാമപൂജനം ഏൽക്കുന്നു വിശ്വേശൻ തൃക്കാക്കരയപ്പൻ എന്ന പേരിൽ. ഏത് ചെറ്റക്കുടിലും ഏത് കൊട്ടാരക്കെട്ടിലും ഒരേപോലെ ഒരു വ്യത്യാസവും ഇല്ലാതെ പ്രത്യക്ഷപ്പെടുന്ന ഓണത്തിന് പ്രത്യക്ഷപ്പെടുന്ന ആളാണ് തൃക്കാക്കരയപ്പൻ. അവിടെ വിശ്വേശൻ എന്ന പദമാണ് ഉപയോഗിച്ചത്. തൃക്കാക്കരയപ്പൻ വാമനനെയാണ് ഇവിടെ അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. കേരളമാകെ ആഹ്ലാദത്തിൽ ആറാടി നിൽക്കുന്ന നൈസർഗികമായ അഖണ്ഡമായ സൗഭാഗ്യം നന്നായിട്ട് നുകരുവാൻ അതിനൊരു കണ്ണ് വേണം, അല്ലേ? കണ്ണ് എവിടെ അതിന് ആൾക്കാർക്ക് ഉണ്ടോ ഇല്ല എന്നുള്ളതും കൂടി അവിടെ സത്യമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. എന്താ പറയണത്? മുറ്റൂമാപരതയെയും താനിട്ടോരു ചുറ്റിയിലൊതുങ്ങിത്താൻ കണ്ട കണ്ണേ, വെലിവരമ്പാൽ പകുത്ത നീലത്തല്ലോ വേണ്ടു കൃഷിപ്പണി നിന്നോട്ടത്തിൽ. ആ കാണുന്ന അപാരതയെ, ഈ അപാരമായ പ്രപഞ്ചത്തെ പോലും താൻ കേന്ദ്രമായി വർത്തിക്കുന്ന ഒരു ചുറ്റിൻ്റെ ഉള്ളിൽ ഇട്ടൊതുക്കിയിട്ടാണ് മനുഷ്യൻ്റെ കണ്ണതിനെ പഠിക്കുന്നത്. അങ്ങനെ സാധിക്കുള്ളൂ മനുഷ്യന്. അതുകൊണ്ടാണത്. എൻ്റെ അനുഭവം കൂടാതെ അതിനെ അറിയാവതല്ല. അപാരതയെ ഒരു രാശിചക്രത്തിൻ്റെ അകത്ത് അടച്ചു വെച്ചിട്ടല്ലാണ്ട് ആർക്കും പഠനവിധേയമാക്കാൻ സാധിക്കില്ല. അത് നമ്മുടെ ലിമിറ്റേഷനാണ്, മനുഷ്യൻ്റെ ലിമിറ്റേഷനാണ്.
അതേ പ്രക്രിയ തന്നെയാണ് ഒരു മനുഷ്യൻ വേലിവരമ്പൊക്കെ ഇട്ടിട്ട് ഭൂമിനെ പകുത്തിട്ട് ഇതെൻ്റെ കൃഷിഭൂമി എന്ന് പറഞ്ഞ് കൃഷിപ്പണി നടത്താൻ തുടങ്ങിയപ്പോഴും ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ മുമ്പ് ഇത് മുഴുവൻ ഭഗവാന്റെ എന്നുള്ള കൺസെപ്റ്റായിരുന്നു. പിന്നെ കഷ്ണം കഷ്ണാക്കി മുറിച്ച് എൻ്റെ ഭൂമി എന്ന് പറയാൻ തുടങ്ങിയതോടുകൂടി ആ നിസ്വാർത്ഥതയും ഒക്കെ പോയി സ്വാർത്ഥം കൂടിക്കൂടി വന്നു. തൻ്റെ കൈപ്പിടിയിൽ സ്വത്തുക്കൾ ഒതുങ്ങിയാലേ മനുഷ്യൻ അത് ആസ്വദിക്കുന്നുള്ളൂ, അതിൽ സുഖിക്കുന്നുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ ചുരുങ്ങി എന്നാണ് അവിടെ പറയുന്നത്. കൃഷിഭൂമി ആയാലും ശരി, ഈ വലിയ ബ്രഹ്മാണ്ടം തന്നെ ആയാലും ശരി, അതിൻ്റെ പിന്നിലെ മനസ്ഥിതി തൻ്റെ എന്നുള്ളൊരു മുദ്ര കുത്തിവെച്ചാൽ മാത്രമേ അവന് ഇഷ്ടപ്പെടുന്നുള്ളൂ എന്നുള്ളതാണ്. തൻ്റേതാണ് എന്നുണ്ടെങ്കിൽ ഇവൻ ദുഃഖം പോലും അവൻ സഹിക്കും. തൻ്റെ വിരൽപ്പാട് എവിടെയാണോ ഉള്ളത്, അതായത് തൻ്റെ ചാപ്പ് എന്ന് പറയില്ലേ, തൻ്റെ വിരൽപ്പാട് എവിടെയുണ്ടോ അതുമാത്രമാണ് അവൻ്റെ സ്വർഗം, അവൻ്റെ വൈകുണ്ഠം. അതാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ആഗ്രഹം. മനുഷ്യന് അത് തന്നെയാണ്. അപ്പം അദ്ദേഹം പറയുന്നത്, തൻപീടിക്കുള്ളിലോതുങ്ങണം ബ്രഹ്മാണ്ടം സമ്പൂർണ്ണ കാമനാണെന്നു മർത്യൻ, അക്കൈ വീരൽപ്പാടെങ്ങുണ്ടതു വൈകുണ്ഠം ദുഃഖവും സഹ്യമാം മുദ്ര വെച്ചാൽ. എന്തൊരു ഇതാന്ന് ആലോചിച്ച് നോക്കൂ. ആ മുദ്ര വെച്ചാൽ, എൻ്റെ എന്നുള്ള മുദ്ര വെച്ചാൽ ഏത് ദുഃഖവും സഹിക്കും. ആ വെച്ചാൽ മാത്രമേ അത് സ്വർഗമാണെന്ന് തോന്നുള്ളൂ. അങ്ങനെ സ്വാർത്ഥികളായിട്ട് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അദ്ദേഹം പണ്ട് വളരെ കുട്ടിക്കാലത്ത് എഴുതിയ കവിതയാണ്. അന്നും ഇങ്ങനെ ആയിരുന്നിരിക്കണം എന്ന് ഞാനിതിങ്ങനെ ആലോചിക്കുമ്പോൾ വിചാരിക്കും. ഇപ്പോൾ അതൊക്കെ നമ്മൾ പത്രത്തിൽ കൂടെ അറിയുന്നുണ്ട്. മറ്റത് ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കാം. എന്തായാലും ഒരുപാട് ആളുകൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കലഹിക്കുന്നുണ്ട്. അപ്പോൾ 1928 പ്രകാശനം ചെയ്ത വരികളാണിത്. 1928 പ്രകാശനം ചെയ്ത വരികൾ ഇന്നത്തേക്കും അന്നത്തേക്കും എന്നത്തേക്കും പ്രസക്തമായ വരികളാണ് എന്നുള്ളതാണ് നാലപ്പാടിൻ്റെ ഏത് കവിതയുടെയും മഹത്വം. അതൊരിക്കലും ഒരു ചെറിയ കാലത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കവിതയല്ല. അദ്ദേഹം പിന്നെ പറയണ വാക്കുകൾ നോക്കൂ. എൻ്റെ ആണീശ്വരൻ അധ്യാത്മികാഗമം എന്തോമി പൊഞ്ചെപ്പിയിലിട്ടു പൂട്ടി, കാവലായി നിൽക്കുന്ന മാനുഷബുദ്ധിയെ കേവലത്വത്തിനും തൊട്ടുകൂടാ, അപ്പതൻ പൂക്കളും അഗ്രതാരങ്ങളും ഒപ്പം രമിച്ച മടിത്തടമേ, ഏകത്വം ആനന്ദം എന്ന തത്വത്തിനുള്ളേക ദൃഷ്ടാന്തമാം ഓണനാളെ, അങ്ങേക്കനുഗ്രഹ പാത്രങ്ങളോ ഞങ്ങ അന്തവിഭിന്നതാരാധകന്മാർ. എന്താ കഥ? മനുഷ്യബുദ്ധിയുടെ ഒരു പരിമിതി നോക്കൂ. ആധ്യാത്മിക ആഗമങ്ങളെപ്പോലും ഓരോരോ ചെറിയ ചെറിയ പൊഞ്ചെപ്പുകളുടെ ഉള്ളിൽ അടച്ചടച്ചടച്ച് വെച്ച് പൂട്ടി വെച്ച് ഇതെൻ്റെ എന്ന് മുദ്ര വെച്ചിട്ട് നടക്കുകയാണ് ആളുകൾ. എന്നിട്ട് ഇതാണ് ശരിക്കുള്ള ഈശ്വരൻ, ഇതാണ് എൻ്റെ ഈശ്വരൻ, ഇതാണ് ശരിക്കുള്ള ഈശ്വരൻ എന്നും പറഞ്ഞ് ആ ചെപ്പിന് കാവൽ നിൽക്കുക. ഇങ്ങനെയുള്ള പരിമിതമായ മനുഷ്യബുദ്ധിയെ ഒന്ന് തൊടാൻ പോലും സാധിക്കില്ല ഈ അപരിതമായ കേവലത്വത്തിന് എന്നുള്ള ഗതിയിലേക്കാണ് എത്തിപ്പോകുന്നത്. വിവിധ ദൈവങ്ങളെ, വിവിധങ്ങളായ സാധനങ്ങളെ ആരാധിക്കുന്ന വിഭിന്നത ആരാധകരാണ് മനുഷ്യർ. പക്ഷേ ഓണം ദിവസം ഏകത്വമാണ് അവിടെ വിളംബരം ചെയ്യുന്നത്. എല്ലാവരും ഒന്നാണ്. ഒരേ ഭഗവാന്റെ വിവിധങ്ങളായ സൃഷ്ടികൾ അല്ലേ? വളരെയധികം വിവിധങ്ങളായ പൂക്കളുണ്ട് ഈ ലോകത്ത്. അതുപോലെ നമ്മളെല്ലാവരും വിവിധങ്ങളായ പൂക്കൾ മാത്രമാണ്. ഭഗവാന്റെ തോട്ടമാണ് നമ്മൾ. ആ ഏകത്വമാണ് അവിടെ, അദ്വൈതമാണ് ശരിക്ക് ഓണം പറയുന്ന ഒരേ ഒരു സന്ദേശം. എല്ലാവരെയും അനുഗ്രഹിക്കാൻ അദ്വൈതത്തിന് മാത്രമേ കഴിയൂ. അദ്വൈതമുള്ളിടത്ത് ഒന്നിനെ വിദ്വേഷിക്കും, ഒന്നിനെ സ്നേഹിക്കും. പക്ഷെ അദ്വൈതത്തിന് എല്ലാത്തിനെയും ഒരേപോലെ റെസ്പെക്റ്റ് ചെയ്യാം, ഒരേപോലെ സ്നേഹിക്കാനും സാധിക്കും. അതാണ് ഈശ്വരൻ ആക്ച്വലി. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ആ അദ്വൈതിയായ ഭഗവാന്റെ മടിത്തട്ടിൽ ഏറ്റവും നിസ്സാരമായ ഒരു ചെറിയ അപ്പപ്പൂവ്, ആ അപ്പപ്പൂവിനും
ഏറ്റവും ഉന്നതങ്ങളിലുള്ള അഗ്രതാരങ്ങൾക്കും വലിയ വലിയ നക്ഷത്രങ്ങൾക്കും ഒരേപോലെ കളിക്കാം. ആ മടിത്തട്ട് രണ്ടു കൂട്ടർക്കും ഒരുപോലെ ഉള്ളതാണ്. ആർക്കും വ്യത്യാസമില്ല. അപ്പപ്പൂവിനും അഗ്രതാരത്തിനും ഏറ്റവും ചെറിയൊരു പുഴുവിനും മനുഷ്യനും അവിടെ ഒരേ സ്ഥാനമാണ് ഭഗവാൻ കൊടുത്തിട്ടുള്ളത്. ആർക്കും കൂടുതലും ഇല്ല, ആർക്കും കുറവും ഇല്ല. അങ്ങനെ ഒപ്പം കളിച്ച് ആ മടിത്തട്ടിലിരിക്കേണ്ടവരാണ് നമ്മളെല്ലാവരും. എല്ലാവരും ആ അപരിമിതമായ കേവലത്വത്തിൻ്റെ ആ ഈശ്വരൻ്റെ മക്കൾ തന്നെയാണ്. ഇരുട്ടിനെ ആദിത്യനായി മാറ്റുന്ന ചാക്രികമായ ഒരു സംവിധാനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരൊറ്റ മൺതരി ഇളകിപ്പോയാൽ ബ്രഹ്മാണ്ടമാകം ഇളകിപ്പോകുന്നതാണ് ഈ സംവിധാനം. ഈ സംവിധാനത്തിൻ്റെ മറ്റൊരു രൂപം മാത്രമാണ് സ്വാർത്ഥത്തിൻ്റെ സ്വർഗത്തിൽ മനുഷ്യനെ എത്തിച്ച ഈ കാൽവിലങ്ങും. ഇതുപോലും അതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് കാണുന്നത്. ഇവിടെ വിസ്മയവും വിനയവും പ്രേമവും ചേർന്ന് ആർദ്രമായ ഒരു നാദമാണ് നമ്മൾ ഇതിൽ കേൾക്കുക. ഈ പ്രപഞ്ചത്തിൻ്റെ ഗതിയെക്കുറിച്ചും അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ചും ഒക്കെ വിസ്മയത്തോടും വിനയത്തോടും പ്രേമത്തോടും കൂടെ ചേർന്ന് ആർദ്രമായ ഒരു നാദത്തിലാണ് കവി സംസാരിക്കുന്നത്. തിന്മയിൽ പോലും നന്മ കണ്ടെത്തുന്ന ഒരമ്മയുടെ വാത്സല്യഭാവം അദ്ദേഹത്തിന് ആ വാക്കുകളിലുണ്ട്. അത് വിഭിന്നത ആരാധകരായിട്ട് സ്വാർത്ഥികളായിട്ട് കലഹിക്കുന്ന മക്കളെപ്പോലും അപ്രമേയമായ ആ ശക്തി അനുഗ്രഹിക്കുന്നത് പോലെ തന്നെ ഈ കവിയും അനുഗ്രഹിക്കല്ലാതെ ശപിക്കുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇത് പണ്ട് EMS എഴുതിയിട്ടുള്ള ഒരു ഇതിൽ നാലപ്പാടിനെ പറ്റി അത് എഴുതിയിട്ടുണ്ട്. അന്നത്തെ കാലത്ത് എല്ലാവരും കമ്മ്യൂണിസ്റ്റുകളെ വല്ലാണ്ട് ശപിച്ചിരുന്ന കാലത്ത് പോലും അദ്ദേഹവും അതിലത്തെ ആളല്ല, കമ്മ്യൂണിസ്റ്റുകാരനുമല്ല, കമ്മ്യൂണിസ്റ്റിനോട് വലിയ പ്രതിപത്തിയും ഇല്ല. എന്നാൽ പോലും അദ്ദേഹം ഞങ്ങളെപ്പോലുള്ള ആളുകളെ ഒന്നും ഒരിക്കലും ശപിച്ചിട്ടില്ല. വാക്കുകളെ കൊണ്ട് അദ്ദേഹം ശപിക്കുകയോ ചീത്ത പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങളും ഒരു കാലത്ത് ദൈവത്തിൻ്റെ ആൾക്കാർ തന്നെയാണ് എന്നുള്ളൊരു ഫീലിംഗ് അത് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ പറയാം, അത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എല്ലാം ഈശ്വരൻ്റെ മക്കൾ തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് ആയാലെന്ത്, ഏത് ജാതി ആയാലെന്ത്, ഏത് മതമായാലെന്ത്, സസ്യമായാലെന്ത്, മൃഗമായാലെന്ത്, പക്ഷിയായാലെന്ത്, മനുഷ്യനായാലെന്ത്, ഒക്കെ ഭഗവാന്റെ മക്കളാണെന്നുള്ള ആ ദ്വൈതത്തിലാണ് അദ്ദേഹത്തിൻ്റെ വിഹാരം തന്നെ. ഒരുപക്ഷെ ഈ അനുഗ്രഹപ്രവണത, എല്ലാവരെയും അനുഗ്രഹിക്കുകയല്ലാണ്ട് ആരും ശപിക്കാറില്ല എന്നുള്ളത്, അത് ഒരുപക്ഷെ നാലപ്പാടനിൽ നിന്നാവാം ബാലാമണി അമ്മയ്ക്ക് പകർന്നു കിട്ടിയത് എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കും അത്യാവശ്യം അത് പകർന്നു കിട്ടിയത് അതിൽ നിന്നാവാം എന്ന് ഞാൻ ഇന്ന് ഈ ഓണ ദിവസത്തിൽ ഞാൻ വിചാരിക്കുകയാണ്. ഇന്നിപ്പോൾ എനിക്ക് 76 വയസ്സായി. ഞാൻ വളരെ കുട്ടിക്കാലത്ത് 10 വയസ്സിൽ എഴുതിയ ഒരു ഓണക്കവിതയിലും ഞാൻ ഏതാണ്ട് ഇതുമാതിരിയൊക്കെ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഞാനത് എടുത്തു നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇവരിൽ നിന്ന് പകർന്നു കിട്ടിയതായിരിക്കണം അങ്ങനെയുള്ളൊരു വിചാരം. ആരെയും ശപിക്കരുത്, ആരോടും ദേഷ്യം തോന്നരുത്, എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. കാരണം എല്ലാവരും ഈശ്വരൻ്റെ മക്കളാണ്. ഈശ്വരനിൽ നിന്ന് അന്യമായിട്ട് ഇവിടെ യാതൊന്നുമില്ല. അവരെന്ത് പേര് വിളിച്ചാലും എന്ത് രീതിയിൽ പറഞ്ഞാലും അവരും ഈവൺ ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നവരും പോലും ഈശ്വരൻ്റെ മക്കളാണ്. അവർക്കത് അറിയുന്നില്ല എന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഓണം ആ അദ്വൈതമാണ് പറയുന്നത്. നമ്മളിപ്പോൾ പ്രായമായപ്പോൾ നമ്മൾ മഹാബലി ആരാണ്, എങ്ങോട്ട് പോയി എന്നുള്ളതൊക്കെ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിലും കുട്ടിക്കാലത്ത് തന്നെ നമ്മുടെ ഉള്ളിൽ പതിഞ്ഞ കാര്യം ഇത് അദ്വൈതത്തിൻ്റെ സന്ദേശമാണെന്നുള്ള. ഓണം എന്ന് പറയുന്നത് ഏകത്വത്തിൻ്റെ സന്ദേശമാണ്, യൂണിറ്റി അതിൻ്റെ സന്ദേശമാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തിയും. ഈ ഓണത്തിന് എല്ലാവർക്കും പരസ്പരം സ്നേഹവും സന്തോഷവും വിശ്വാസവും ഒക്കെ ഉണ്ടാകട്ടെ എന്നും എല്ലാവരും സുഖസമൃദ്ധമായ സന്തോഷകരമായ ഒരു ഓണം ആഘോഷിക്കട്ടെ എന്നും സർവവ്യാപിയായ ആ ഈശ്വരനോട് പ്രാർത്ഥിക്കുക. അതേ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ.